भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോത്പ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശാസ്തിതാം. യം സമ്പദ്യ ജഹാത്യജാ മനുഷയീ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാ കടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 723 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രുതിഗീത എന്നറിയപ്പെടുന്ന ദശമസ്കന്ധത്തിലെ 87 അധ്യായം, ആ ശ്രുതിഗീതയിലെ 4 ഭാഗം 18 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ആദ്യ ദിവസം 1 ശ്ലോകവും തുടർന്ന് 2 മുതൽ 13 കൂടിയുള്ള 12 ശ്ലോകങ്ങളും കഴിഞ്ഞ ദിവസം 4 ശ്ലോകങ്ങളും, അങ്ങനെ 17 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ അനുസ്മരിച്ചത്. ഇവിടെ ഇനി നാം അനുസ്മരിക്കുന്നത്, ഇതിൽ ശ്രുതികളുടെ അല്ലെങ്കിൽ വേദങ്ങളുടെ സ്തുതി ആദ്യത്തെ 4 ശ്ലോകങ്ങൾ അനുസ്മരിച്ചു. ഇന്ന് 18 ശ്ലോകം അല്ലെങ്കിൽ ശ്രുതി സ്തുതിയുടെ 5 ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉദരമുപാസത്തെ യർഷിവർമ്മസുകൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തത ഉദഗാദനന്ദ തവ ധാമശിര പരമം പുനരിഹയൽ സമേത്യ നപതന്തി കൃതാന്തമുഖേ. ഋഷിവർമ്മസു മുനി സമ്പ്രദായമനുസരിച്ച് യേ കൂർപ്പദൃശ, ആരാണോ കൂർപ്പം കൽപ്പൊടി കണ്ണിലുള്ളവര്, നല്ല കാഴ്ചശക്തി ഇല്ലാത്തവർ, അല്ലേ, കണ്ണിൽ പൊടി പോയവർ, അവർ ഉദരത്തെ ആ മണിപൂരക ചക്രത്തെ ഉപാസിക്കുന്നു. ആരുണയ, ആരുണികൾ എന്നുള്ള മുനിമാരോ പരിസര പദ്ധതി, പരിസരങ്ങളുടെ നാടികളുടെ മാർഗത്തെ അല്ലെങ്കിൽ പ്രസരണസ്ഥാനമായ ഹൃദയം ദഹരം, ഹൃദയത്തിലുള്ള ദഹരത്തെ ഉപാസിക്കുന്നു. ഹേ അനന്ത, നാശരഹിതനായ ഭഗവാനെ, തഥാ അതിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അവിടുത്തെയുടെ പരമമായ ആ ഉത്കൃഷ്ടമായ ശിരസിനെ
ഉദ്ഗമിച്ച് യത് സമേത്യ ഏതൊന്നിനെ പ്രാപിച്ചിട്ട് പിന്നെ ഇഹ ഇവിടെ കൃതാന്തമുഖേ ന പതന്തി അന്തകന്റെ മുഖത്തിൽ വീഴുന്നില്ല എന്നാണ്. പരമേശ്വരനിൽ സകല ശ്രുതികളുടെ അർത്ഥവും അന്വയിക്കുന്നു. ഈശ്വരൻ ഭജനീയൻ, ഈശ്വരൻ മാത്രമാണ് ഭജനീയൻ. ആ ഈശ്വരനെ ഭജിക്കാത്തവർ ശവതുല്യന്മാരാണ് എന്ന് പറഞ്ഞ് ഭജനമാർഗത്തെ ദൃഢപ്പെടുത്തി. എന്നിട്ട് സഗുണോപാസനയെ വിവരിക്കുകയാണ്. ഒരു ഉപാധിയെ ആശ്രയിക്കാതെ ഉപാസിക്കാൻ പ്രയാസമാണ്. ഉപാധിയെ അവലംബിച്ച് ഉപാസിക്കുന്നത് ഋഷി സമ്പ്രദായം. ഏതെങ്കിലും ഒരു വസ്തു ഇല്ലാതെ നിർഗുണ പരബ്രഹ്മം എന്ന രീതിയിൽ ഒരു ഉപാധിയുമില്ലാതെ എന്തിനാണ് നമുക്ക് ഉപാസിക്കാൻ സാധിക്കുക? ഹൃദയം ബ്രഹ്മേതി ശാർക്കരാക്ഷ ഉപാസത്തെ. സ്ഥൂലദൃഷ്ടികൾ ഹൃദയത്തെ ബ്രഹ്മോപലബ്ധി സ്ഥാനമായി ഭജിക്കുന്നു. ഋഷി സമ്പ്രദായ മാർഗങ്ങളിൽ സ്ഥൂലദർശികളായ മുനിമാര് ഉദരത്തിന്റെ കീഴ്ഭാഗത്ത് നാഭിയോട് സമമായ സ്ഥലത്താണ് മണിപൂരക ചക്രം. അവിടെ ഭഗവാനെ ധ്യാനിക്കുന്നു. അപ്പോൾ അവരുടെ ഈ ആരംഭം ഹൃദയത്തിൽ സൂക്ഷ്മമായ ഒരു തേജോരൂപത്തെ കണ്ട് അവിടേക്ക് ധ്യാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മണിപൂരകത്തിൽ ആദ്യം ഉറപ്പിക്കുക എന്നാണ് നമുക്ക് തോന്നുക. ഇങ്ങനെ സ്ഥൂലങ്ങളായ ഉപാധിയിൽ നിന്ന് സൂക്ഷ്മങ്ങളായ മാർഗത്തിലേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു അഭ്യാസ ക്രമം. എന്നാൽ ആരുണികൾ എന്നു പേരുള്ള വളരെ ശ്രേഷ്ഠരായിരിക്കുന്ന ഋഷീശ്വരന്മാരുണ്ട്. അവർ ഹൃദയത്തിൽ തന്നെ ഭഗവാനെ ആദ്യമേ കാണുന്നു. ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്ന തേജോസ്വരൂപനാണ് ഭഗവാൻ. അങ്ങനെ ആദ്യന്തമില്ലാത്ത പരിപൂർണനായ ഭഗവാനെ അവിടുത്തെ ഉപലബ്ധിസ്ഥാനമായി ജ്യോതിസ്വരൂപമായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സുഷുമ്നാനാഡി, അതിൻ്റെ ആ തുടർച്ചയായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് ശിരസിൻ്റെ നേരെ നീണ്ടുപോയി അതിനോട് ചേർന്ന് ദേഹത്തിൻ്റെ മധ്യത്തിലായി നിൽക്കണം. ആ സുഷുമ്നയിൽ കൂടി ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന ആത്മാവിന് പിന്നീട് ജനനമരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. ജന്മമോ അതുകൊണ്ട് തന്നെ മൃത്യുവോ ഉണ്ടാവില്ല. സംസാരത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല. എല്ലാത്തിൽ നിന്നും വിമുക്തനായി നിർമുക്തനായി ആനന്ദസ്വരൂപനായിട്ടിരിക്കാൻ സാധിക്കുമത്രേ. ഉദരാദിഷു യപുംസാം ചിന്തിതോ മുനിവർമ്മഭി ഹന്തി മൃത്യുഭയം ദേവോ ഹൃദ്ഗതം തമുപാസ്മഹേ എന്ന് ശ്രീധരാചാര്യര്. മനുഷ്യരുടെ ഉദരാദിസ്ഥാനങ്ങളിൽ ഏതൊരു ഈശ്വരനാണോ ഉള്ളത് ആ സ്വരൂപത്തെ ധ്യാനിക്കാൻ, ആ സ്വരൂപത്തെ ധ്യാനിച്ചാൽ ജന്മമരണ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അങ്ങനെ ആ ഹൃദയസ്ഥനായിരിക്കുന്ന ഭഗവാനെ, ആ ദേവനെ, ആ ഈശ്വരനെ ഞാനിതാ ഉപാസിക്കുന്നു. പിന്നെ സ്വകൃത വിചിത്രയോനിഷു വിശന്നിവഹേതുതയാ തരതമതശ്ചകാസ്യനലവൽ സ്വകൃതാനുകൃതി അഥ വിതധാസ്വമുഷ്വവിതധം തവ ധാമ സമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം ത്വം. അവിടുന്ന് സ്വകൃത വിചിത്രയോനിഷു, തന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ട വിചിത്രയോനികളിൽ കാരണത്വം കൊണ്ട് വിശൻ ഇവ പ്രവേശിച്ചവനെ പോലെ സ്ഥിതനായി സ്വകൃതാനുകൃതി സ്വകൃതങ്ങളെ അനുസരിക്കുന്നവനായി അനലവൽ അനലൻ തീ എന്നതുപോലെ തരതമത കുറഞ്ഞും അധികരിച്ചും ചകാസി ശോഭിക്കുന്നു. ഇത് കാരണം അഥ വിതധാസു അസത്യങ്ങളായിരിക്കുന്ന അമുഷു ഇവയിൽ അവിതഥം സത്യമായി സമമായി ഏകരസമായിരിക്കുന്ന തവധാമ അവിടുത്തെ സ്വരൂപത്തെ അഭിവിപണ്യവഹ അഭിവിപണ്യുക്കളായിരിക്കുന്ന ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്ന വിരജധിയ നിർമ്മല ബുദ്ധിമാന്മാർക്ക് അന്വയന്തി അവർക്ക് അറിയാൻ സാധിക്കുന്നു. ഈശ്വരനെ ഉദരത്തിൽ നമ്മൾ ഉപാസിക്കുന്നുവെങ്കിൽ ഈശ്വരനും ഉദരസംബന്ധം ഉണ്ടാവും എന്ന് തോന്നലുണ്ട്. പക്ഷേ ആ സ്ഥാനങ്ങളിൽ പ്രവേശം ഈശ്വരനുമുള്ളതിനാൽ ഓരോ സ്ഥാനത്തിലും ഓരോ തരത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവനും ഇതുപോലെ, ജീവനും ഈശ്വരനും
സാദൃശ്യമുണ്ടെന്നും അങ്ങനെയെങ്കിൽ ജീവൻ ഈശ്വരനെ എന്തിനാണ് സേവിക്കണത് എന്നൊരു സംശയം ഉണ്ടാവും. ജീവനും ഈശ്വരനും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ജീവൻ ഈശ്വരനെ സേവിക്കണത്? ഈശ്വരൻ ജീവദുഃഖങ്ങളെ എങ്ങനെ ഇല്ലാതെയാക്കും? അപ്പൊ പറയുകയാണ്, ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ഇതാണ് വേദവാക്യം. അവിടുന്ന് തന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ട് പല ശരീരങ്ങളിൽ സർവഭൂതേഷു ഗൂഢ, അതിൽ സകല ശരീരങ്ങളിലും കാരണസ്വരൂപേന മുമ്പ് ചേർന്നതുകൊണ്ട് പിന്നെ പ്രവേശനമില്ല. എങ്കിലും പ്രവേശനമുള്ളവനെ പോലെ തോന്നുന്നു. ഇപ്പൊ വിറകിന്റെ ഭേദമനുസരിച്ച് അതിലുള്ള അഗ്നിക്ക് വ്യത്യാസം ഉണ്ടാവും. അതിന് ചിലപ്പോൾ ഉയർന്നു കാണും, ചിലപ്പോൾ തിരിഞ്ഞ് ഒട്ടും കാണാതെയാവും. ആകൃതിയുടെ വളവ് തിരിവ് കൊണ്ട്, അത് അടുക്കി വെച്ചതിൻ്റെ വ്യത്യാസം കൊണ്ട് അതിൽ പിടിച്ചിട്ടുള്ള അഗ്നി ചിലപ്പോൾ ചുവന്നതായിട്ട് കാണും, ചിലപ്പോൾ മഞ്ഞയായിട്ട് കാണും, ചിലപ്പോൾ പച്ചയായിട്ട് കാണും, ചിലപ്പോൾ വലുതായിട്ടും ചെറുതായിട്ടും ദീർഘമായും ഹ്രസ്വമായും ഒക്കെ കാണും. ഇങ്ങനെ നിറവും വലിപ്പവുമൊക്കെ പലതരത്തിലായി തോന്നുന്നത് പോലെ ദേഹോപാധികളെ അനുസരിച്ച് നാനാത്വം, ശുക്ലരക്താദി വർണ്ണഭേദം, പരിണാമഭേദം, ഇതൊക്കെ ഭഗവാൻ പ്രാപിച്ചവനാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഒക്കെ ഉണ്ടാവും. സത്യത്തിൽ ഇതൊക്കെ മിഥ്യയാണെന്നാണ്. പലതരത്തിൽ തോന്നുന്ന ശരീരങ്ങളൊക്കെ മിഥ്യയും അതിൽ സത്യമായി കാരണസ്വരൂപേണ മിന്നിത്തിളങ്ങുന്നത് ഭഗവാനുമാണ്. അത് എല്ലാത്തിലും ഒരേ ആകാരത്തിലാണ്. ആ ശരീരത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് പലതായിട്ട് തോന്നുന്നതേ ഉള്ളൂ. വെള്ളം പല പാത്രത്തിൽ വെക്കുമ്പോൾ പല ആകൃതിയാണ്, പക്ഷേ വെള്ളം ഒന്ന് തന്നെയാണ്. ഇതേപോലെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന അവിടുത്തെ സ്വരൂപം എല്ലാത്തിലും ഒരേ ആകാരമായി ഭഗവാൻ മിന്നിത്തിളങ്ങും. അപ്പൊ ഈ ലോകത്തും പരലോകത്തിലുമുള്ള ഭോഗങ്ങളെ ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്ന വിരക്തന്മാർ ആ ഭഗവാനെ അറിയുന്നു എന്നാണ്. അതുകൊണ്ട് ദേഹാദിപ്രവേശത്തിലും ഐശ്വര്യത്തിന് കുറവ് വരാതെ അവിടെ നിർവികാരനായിരിക്കുന്ന ഭഗവാനെ ദേഹാദിപ്രവേശം കൊണ്ട് ഐശ്വര്യത്തിൽ നിന്ന് ഭ്രഷ്ടരായവരൊക്കെ സേവിക്കുന്നത് നല്ലതാണ്. ശ്രീധരാചാര്യര് പറയണു, ഏതുപോലെ സ്വനിർമ്മിതേഷു കാര്യേഷു താരതമ്യ വിവർജിതം സർവാനുസ്യുത സന്മാത്രം ഭഗവന്തം ഭജാമഹേ. എല്ലാത്തിലും അനസ്യൂതമായിരിക്കുന്ന സതാമാത്രനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നു എന്നാണ്. എല്ലാത്തിലും ഭഗവാനുണ്ട്. അത് ദേഹത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് പലതായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ഒന്ന് തന്നെയാണ്, ഒരേ സ്വരൂപം തന്നെയാണ് എല്ലാത്തിലും മിന്നിത്തിളങ്ങുന്നത്. സ്വകൃതപുരേഷ്വമീശ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേഘ്രിമഭവം ഭുവി വിശ്വസിത. അമീഷു സ്വകൃതപുരേഷു, താൻ തന്നെ നിർമ്മിച്ച ഈ ദേഹങ്ങളിൽ അബഹിരന്തര സംവരണം, പുറത്തും ഉള്ളിലും മറവോടുകൂടാത്ത ആ പുരുഷൻ, ആ ജീവാത്മാവിനെ അഖിലശക്തിധൃത, എല്ലാ ശക്തികളെയും ധരിക്കുന്ന അവിടുത്തെ അംശകൃതം വദന്തി, അവിടുത്തെ അംശമാണ്. ഓരോ ജീവനും പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ അംശമാണെന്ന് പറയുന്നു. ഇങ്ങനെ നൃഗതിം, പുരുഷന്റെ തത്വത്തെ വേർതിരിച്ചിട്ട് ഭൂമിയിലുള്ള കവയഹ, കവികൾ എന്ന് പറഞ്ഞാൽ ദീർഘദർശികൾ, തത്വജ്ഞാനികൾ, അറിവുള്ള ആളുകൾ, നിഗമാവപനം, വേദോക്ത കർമ്മങ്ങളുടെ സമർപ്പണ സ്ഥാനമായി അഭവം ഭവത, സംസാര നിവൃത്തിയെ ഉണ്ടാക്കുന്ന, ഭവദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന അവിടുത്തെ അഘ്രിം വിശ്വസിത ഉപാസത, അവിടുത്തെ പാദത്തെ വിശ്വസിച്ച് ഉപാസിക്കുന്നു. തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് പലതരത്തിലായി പരിണമിച്ചു കാണുന്ന ഈ ദേഹങ്ങളിൽ കാര്യകാരണ വസ്തുക്കൾ കൊണ്ട് പുറത്തും ഉള്ളിലും ഒരു മറവുമില്ലാതെ തെളിഞ്ഞ് ഇരിക്കുന്ന ആ ജീവാത്മാവ് എല്ലാ ശക്തികളും ധരിച്ച ആ ഭഗവാന്റെ അംശമാണ്.
അവിടുന്ന് അംശരഹിതനായതുകൊണ്ട് അങ്ങയുടെ അംശം എന്ന് പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ, ജീവാത്മാവ് അവിടുത്തെ അംശമാക്കി ഒരാൾ കൽപ്പിക്കപ്പെട്ടതല്ല, പിന്നെ എങ്ങനെയാ? നിത്യനായിരിക്കുന്നു. എങ്കിലും അംശം പോലെയുള്ളതിനെ അംശമെന്നും കൃതം പോലെയുള്ളതിനെ കൃതമെന്നും പറയുന്ന സമ്പ്രദായം അനുസരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശം അല്ല, മറിച്ച് പരമാത്മാവ് തന്നെയാണ്. ജീവൻ നിത്യനാണ്, ഭഗവാനും നിത്യനാണ്. നിത്യവസ്തുക്കൾ രണ്ടുണ്ടാവില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവാത്മാവ് ഭഗവാനെ കൂടാതെ ഒരു ചേതനയല്ല, മറിച്ച് ചേതനാസ്വരൂപം മുഴുവൻ ഭഗവാനാണ്. അങ്ങനെ ജീവാത്മാവ് അവിടുത്തെ സ്വരൂപം തന്നെയാണ്. ഇങ്ങനെ പുരുഷന്റെ സ്വരൂപത്തെ പരിശോധിച്ചറിഞ്ഞ് ജ്ഞാനികളായിരിക്കുന്ന ആത്മാരാമന്മാരായിരിക്കുന്ന കവികൾ, ഋഷീശ്വരന്മാർ, ഭക്തന്മാർ, അവർ സകല ആ വേദത്തിൽ പറഞ്ഞ സകല കർമ്മങ്ങളും എവിടെ സമർപ്പിക്കണം തീരുമാനിക്കണു? ത്വദംഘ്രി കമലേ, അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന അവിടുത്തെ പാദകമലങ്ങളിലേക്കാണ് എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കേണ്ടത്, അവിടുത്തേക്കാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഉറപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്നുള്ള രീതിയിൽ ത്വദംശസ്യ മമേശാന ത്വന്മായ ആകൃതബന്ധനം ത്വദംഘ്രി സേവമാദിശ്യ പരാനന്ദ നിവർത്തയ എന്നാണ്. പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ മായ കൊണ്ട് എനിക്ക് വന്ന ഈ ജനന മരണ സ്വരൂപമായിരിക്കുന്ന ദുഃഖം, ഈ ബന്ധനം, ഈ ബന്ധം, അതിനെ ഇല്ലാതെയാക്കുന്ന അവിടുത്തെ പാദഭജന മാർഗത്തെ ഉപദേശിച്ച് എന്നെ മോചിപ്പിക്കാൻ അവിടുന്ന് കാരുണ്യം കാണിക്കണേ ഭഗവാനെ എന്ന് ശ്രീധരാചാര്യരുടെ ആ വ്യാഖ്യാനത്തിലും പറയുന്നു. അടുത്ത ശ്ലോകത്തിലോ 21-ാമത്തെ ശ്ലോകത്തിൽ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോശ്ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിതപവർഗമപീശ്വര തേ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹ. ഹേ ഈശ്വര, ഭഗവാനെ, ദുരവഗമാത്മതത്വനിഗമായ, സമീപിക്കപ്പെടാൻ കൂടി കഴിയാത്ത തൻ്റെ തത്വത്തെ അറിയിക്കാനായിക്കൊണ്ട് ആത്മതനു സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ലീലാവിഗ്രഹത്തോടു കൂടിയ തവ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ, അവിടുത്തെ ചരിതമാകുന്ന മഹത്താകുന്ന അമൃതസമുദ്രത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് മറ്റുള്ള പരിശ്രമങ്ങളെ ഉപേക്ഷിച്ച കേചിൽ ചിലർ തേ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹ, പാദമാകുന്ന താമരയിൽ ഹംസങ്ങളെപ്പോലെ, ചരണസരോജഹംസകുല, ആ ഹംസങ്ങളെപ്പോലെ രമിക്കുന്നവരുടെ ആ കുലത്തിൽ സംഘത്തോട്ട് ചേർന്ന് സംഘം വന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ട വിസൃഷ്ടഗൃഹ, ഗൃഹാദികളോടുകൂടിയവരായി അപവർഗം അപി ന പരിലഷന്തി, അവർക്ക് മോക്ഷം പോലും വേണ്ട. ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ, മോക്ഷം പോലും വേണ്ട എന്ന് പറയാണ്. അവിടുത്തെ തത്വത്തെ ഭക്തന്മാരെ അറിയിക്കണം എന്നുള്ള കാരുണ്യം കൊണ്ട് അവിടുന്ന് അവതാരങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ ഈ അവതാരങ്ങളുള്ളത് കൊണ്ട് എന്തായി? ചരിത മഹാമൃതാബ്ധി, അവിടുത്തെ ചരിതങ്ങൾ, ലീലകളാകുന്ന വലിയ ആ ആനന്ദ അമൃത സമുദ്രത്തിൽ ഇറങ്ങിയ ആളുകൾ അതുവരെ അനുഭവിച്ചതും ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും വിഷയവ്യാപാരം കൊണ്ടും ഉണ്ടായതുമായ സകല ദുഃഖത്തെയും വെടിഞ്ഞ് അവിടുത്തെ പാദങ്ങളിൽ അരയന്നങ്ങൾ താമരപ്പൂക്കൾക്കിടയിൽ എന്നതുപോലെ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ചേർച്ച കൊണ്ട് ഗൃഹത്തെയും ദാരഗാരം, ആ ഗൃഹം, ഭാര്യ, മക്കള്, മിത്രങ്ങള്, അങ്ങനെയുള്ള സകല പാശങ്ങളിൽ നിന്നും അവര് മോചിതരാവും. അങ്ങനെ വരുമ്പോൾ അവരുടെ ഭക്തി കൊണ്ട് അവർക്ക് മോക്ഷം കരഗതമാണെങ്കിൽ പോലും അപവർഗം അപി ന പരിലഷന്തി, അവർക്ക് മോക്ഷം പോലും
വേണ്ട എന്ന് തോന്നുന്നു. ഭക്തി എന്നാൽ വളരെ ചെറുതാണ് എന്ന് നമുക്ക് തോന്നുന്നത് തെറ്റാണെന്നാണ്. ഭക്തിയുടെ സ്വരൂപം അറിഞ്ഞ ആളുകൾ മോക്ഷത്തെ ആദരിക്കില്ല, കളത്രാദികളെ ഉപേക്ഷിക്കണു. അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 പുരുഷാർത്ഥങ്ങളെയും ആദരിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഭക്തി അനിർവചനീയമായ ആ 5ാമത്തെ പുരുഷാർത്ഥം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ 5ാമ പുരുഷാർത്ഥം എന്ന് പറയാറുള്ളത് ഭക്തിയെ. അതുകൊണ്ട് ഭക്തന്മാർ വളരെ ദുർലഭമാണ് താനും. നമ്മൾ കാണുന്ന ഭക്തന്മാരല്ല. നമ്മൾ കാണുന്ന ഭക്തന്മാര് നമ്മൾ വിചാരിക്കുന്നത് ദേഹത്ത് മുഴുവൻ കുറേ കുറിയൊക്കെ ഇട്ടു, അല്ലേ, ആ രുദ്രാക്ഷമാല ധരിച്ചു, കാവ്യം എടുത്തു. ഇതുകൊണ്ടൊന്നും ഭക്തിയുടെ തലത്തിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് കേചിത് എന്ന് പറഞ്ഞത്. ത്വൽ കഥാമൃത പാധോധോ വിഹരന്തോ മഹാമുദ കുർവന്തി കൃതിന കേജിൽ ചതുർവർഗം തൃണോപമം. പുല്ലുപോലെ വലിച്ചെറിയുന്നതാണ്. അവിടുത്തെ ആ കഥയാകുന്ന അമൃതസമുദ്രത്തിൽ ക്രീഡിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദം നേടുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആ മഹാന്മാർ, അതിൽ ദുർലഭം ചില ഭക്തന്മാർ 4 വിധ പുരുഷാർത്ഥത്തെയും ചതുർവർഗം തൃണോപമം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള പുരുഷാർത്ഥങ്ങളെ പുല്ലുപോലെ വലിച്ചെറിയുമെന്നാണ്. അങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. വേദങ്ങൾ ആ ഭക്തിയുടെ തലത്തിലേക്കാണ് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ 4 ശ്ലോകങ്ങളോടുകൂടി നമുക്കിന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. 22ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.